നമ്മുടെ മലയാളം ബിഗ് ബോസ് അതിവിടെ കേരളത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് അത് കാണാൻ അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. തുടക്കമേ തൊട്ട് ഒരാളുള്ള ഇഷ്ടം കൊണ്ട്, ഒരു സിമ്പതി കൊണ്ട് എല്ലാവരും ഒരു പേരങ്ങ് ഏറ്റുപിടിക്കുന്നു. അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഫിനാലെ എത്തുമ്പം അവർ ജയിക്കുന്നു. ഇവിടെ ഈ ബിഗ് ബോസ് ഷോയിൽ എത്ര കണ്ടൻ്റ് ഇറക്കിയാലും എത്ര നല്ല ഗെയിം കളിച്ചാലും അതൊന്നും കാണത്തില്ല. അതിനുപരിയായിട്ട് അവർ ഒരാളങ്ങ് പിടിക്കും, എന്നിട്ട് അതങ്ങ് വ്യാപിച്ചിട്ട് ഇവർ തന്നെ ജയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയാണ് ഈ ഒരു ജിൻഡോയൊക്കെ പോലും ഇവിടെ ജയിച്ചു പോയത്. എന്തുകൊണ്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല? ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റ് ഈ പോയ സീസണിൽ എത്ര നല്ല മികച്ച ഗെയിം കളിച്ചാണ്. ഗബ്രിയുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിന് അപ്പുറത്തേക്ക് ഈ ഷോയുടെ കണ്ടൻറ്റും കാര്യങ്ങളും ജാസ്മിൻ അറിയാം. എന്നിട്ട് പോലും ജാസ്മിൻ്റെ ഒരു ഗെയിം കാണാതെ ഒന്നും ചെയ്യാത്ത ചുമ്മാതിരുന്ന ഒരു മണ്ടൻ ചവഞ്ഞ ജിൻഡോയെ ജയിപ്പിച്ചു വിട്ടു. പിന്നെ ഇഷ്ടം, ഫേവർസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കൊണ്ട് പോട്ടെ, ഈ ഷോ കൊണ്ടുപോകുന്ന ആരാണ്, ഗെയിം കളിക്കുന്ന ആരാണ്, അവരെ ജയിപ്പിക്കൊണ്ട് ശ്രമിക്കുക. അല്ലാതെ രേണു സുധീനെ പോലെയൊക്കെ ഒരു ഫേവർസം കൊണ്ടും ഒരു ഇഷ്ടം കൊണ്ടും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇഷ്ടം കൊണ്ടൊക്കെ ഒരാളെ ഇവിടെ ജയിപ്പിക്കാതിരിക്കുക. ഏറ്റവും നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് ഗെയിം കളിക്കുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ രേണു ജയിക്കണം, രേണു തന്നെയാണ് ജയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബാക്കിയുള്ള കൊണ്ട് ഇവിടെ പൊട്ടന്മാരാണോ വെറുതെ അവിടെ നിൽക്കുന്നത്? ജിൻഡോ ജയിക്കണം, രേണു ജയിക്കണം, ഇവിടെ ഗെയിമും പെർഫോമൻസും എല്ലാം നോക്കി മാത്രം ജയിപ്പിക്കാൻ ശ്രമിക്കുക. രേണു സുധി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കുന്നു, വോട്ട് ചോദിച്ചുള്ള കാര്യം, അത് നേരത്തെ ചോദിച്ചൊരു കാര്യങ്ങളൊക്കെ അതിബുദ്ധി എന്ന് പറയും, അതിബുദ്ധി. പക്ഷേ ഇതൊന്നും ഇവിടെ വില പോകത്തില്ല. അതുകൊണ്ട് പ്രേക്ഷകരായ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും മികച്ച ഗെയിമർ ആരാണ്, ആര് ഗെയിം കളിക്കുന്നു, അവർ ജയിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും ഒരു ഇഷ്ടം, ഫേവർസം കൊണ്ട് ആരെയും ഇവിടെ ജയിപ്പിച്ചു വിടല്ലേ എന്നിട്ട് പിന്നെ പറയരുത് ഇവിടെ അവർ അങ്ങനെയായി ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഗെയിം നോക്കി മാത്രം ഫോക്കസ് ചെയ്യുക. ഈ രേണുവിൻ്റെ ഗെയിം നോക്കണം, രേണുവിൻ്റെ ഗെയിം കാര്യം നോക്കി മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇത്ര കാര്യം പറയാൻ പറ്റില്ല. ഒരു ഇഷ്ടം, ഒരു ഫേവർസം കൊണ്ട് ഇവിടെ ആരെയും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഇത്രയുള്ള പറയാനായിട്ട്.